ഇറാനുമായി സാമ്പത്തിക ഇടപാടുകൾ തുടരുന്ന രാജ്യങ്ങൾക്ക് മേൽ അധിക തീരുവ ചുമത്താനുള്ള പുതിയ ഉത്തരവിൽ ഒപ്പുവെച്ച് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. ഇറാനിൽ നിന്ന് നേരിട്ടോ അല്ലാതെയോ സാധനങ്ങളോ സേവനങ്ങളോ വാങ്ങുന്ന ഏതൊരു രാജ്യത്തിനും ഇത് ബാധകമായിരിക്കും. ഏകദേശം 25% വരെ ഇറക്കുമതി തീരുവ നൽകേണ്ടി വരുമെന്നാണ് സൂചന. ഇറാന്റെ പക്കൽ ആണവായുധങ്ങൾ ഉണ്ടാവില്ല എന്ന തന്റെ ഉറച്ച നിലപാട് ട്രംപ് ആവർത്തിച്ച് വ്യക്തമാക്കുകയും ചെയ്തു. ലോകരാജ്യങ്ങളെ ഇറാനിൽ നിന്ന് അകറ്റി നിർത്തി സാമ്പത്തികമായി ഒറ്റപ്പെടുത്തുകയാണ് ട്രംപ് ഇതിലൂടെ ലക്ഷ്യം വെക്കുന്നത്. കഴിഞ്ഞ ദിവസം ഒമാനിൽ വെച്ച അമേരിക്കൻ ഇറാൻ ഉന്നത ഉദ്യോഗസ്ഥർ തമ്മിലുള്ള ചർച്ചകൾ പുരോഗമിക്കുന്നതിനിടയിലാണ് നിർണായക നീക്കം നടത്തിയത് എന്നതും ശ്രദ്ധേയമാണ്. ട്രംപിന്റെ മരുമകൻ ജെറാഡ് കുഷ്നറും പ്രത്യേക പ്രതിനിധി സ്റ്റീവ് വിറ്റ്കോഫും അടങ്ങുന്ന സംഘമാണ് അമേരിക്കയെ പ്രതിനിധീകരിക്കുന്നത്. ചർച്ചകൾ വളരെ പോസിറ്റീവാണെന്നും ഇറാൻ ഒരു കരാറിനായി ആഗ്രഹിക്കുന്നുണ്ടെന്നുമാണ് എയർഫോഴ്സ് വണ്ണിൽ ട്രംപ് പ്രതികരിച്ചത്. എന്നാൽ ഒരു കരാറിലെത്തിയില്ലെങ്കിൽ അതിന്റെ പ്രത്യാഘാതം വളരെ വലുതായിരിക്കുമെന്ന മുന്നറിയിപ്പും അദ്ദേഹം നൽകിയിട്ടുണ്ട്. കഴിഞ്ഞ വർഷം ഇറാന്റെ ആണവ നിലയങ്ങളിൽ അമേരിക്ക ബോംബാക്രമണം നടത്തിയതിനു ശേഷം ഇരു രാജ്യങ്ങളും തമ്മിൽ നടക്കുന്ന ആദ്യത്തെ സുപ്രധാന ചർച്ചയാണിത്. നിലവിൽ ഇറാന്റെ ആണവ പദ്ധതികൾ, മിസൈൽ വികസനം, ഭീകരവാദത്തിനുള്ള പിന്തുണ എന്നിവ തടയുക എന്നതാണ് ട്രംപിന്റെ പ്രധാന ലക്ഷ്യം. കഴിഞ്ഞ മാസം ഇറാനിൽ നടന്ന പ്രതിഷേധങ്ങൾ അടിച്ചമർത്തപ്പെട്ടതിനെ തുടർന്ന് അമേരിക്ക മേഖലയിൽ വൻ സൈനിക സന്നാഹവും ഒരുക്കിയിട്ടുണ്ട്. ഇറാൻ ഇതിനെയെല്ലാം സമാധാനപരമായ പദ്ധതികളെന്ന് വിശേഷിപ്പിക്കുന്നുണ്ടെങ്കിലും ട്രംപ് വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറായിട്ടില്ല. വരും ആഴ്ചകളിൽ നടക്കുന്ന ചർച്ചകൾ ലോകത്തിനു തന്നെ നിർണായകമാകുമെന്നാണ് സൂചന. കൂടാതെ ഇറാനും യുഎസും തമ്മിലുള്ള യുദ്ധം ഒഴിവാക്കാൻ ഒമാൻ തലസ്ഥാനമായ മസ്കറ്റിൽ ചർച്ച തുടരുകയാണ്. യുഎസിന്റെ പശ്ചിമേഷ്യൻ പ്രതിനിധി സ്റ്റീവ് വിറ്റ്കോഫും ഒമാൻ വിദേശകാര്യമന്ത്രി ബദർ സുവൈദിയും തമ്മിലുള്ള ചർച്ചയാണ് തുടരുന്നത്. ഇരു രാജ്യങ്ങൾക്കുമിടയിൽ നേരിട്ടുള്ള ചർച്ച സാധ്യമാകുമോ എന്നാണ് മധ്യസ്ഥ രാജ്യങ്ങൾ ഇപ്പോൾ ആരായുന്നത്. ഇറാൻ വിദേശകാര്യമന്ത്രി അബ്ബാസ് അരാക്ചി, യുഎസ് പശ്ചിമേഷ്യൻ പ്രതിനിധി സ്റ്റീവ് വിറ്റ്കോഫ്, വൈറ്റ് ഹൌസ് ഉപദേശകനും ട്രംപിന്റെ മരുമകനുമായ ജെറാഡ് കുഷ്നർ എന്നിവരുടെ നേതൃത്വത്തിലാണ് ചർച്ച. യാഥാർത്ഥ്യബോധത്തോടെയുള്ള കരാറാണ് ആഗ്രഹിക്കുന്നത് എന്നും സൈനിക ഭീഷണിയിലൂടെ പ്രശ്നപരിഹാരം സാധ്യമാകില്ലെന്നും ഇറാൻ വ്യക്തമാക്കി. യുറേനിയം സമ്പുഷ്ടീകരണം നിർത്തിവെക്കണം എന്നതടക്കമുള്ള ആവശ്യങ്ങളാണ് യുഎസ് ഉന്നയിക്കുന്നത്. എന്നാൽ ഇതിനോട് ഇറാൻ എങ്ങനെ പ്രതികരിക്കുമെന്ന് വ്യക്തമല്ല. ചർച്ച പുരോഗമിക്കുന്നതിനിടെ പുതിയ ബാലിസ്റ്റിക് മിസൈൽ പരീക്ഷിക്കുന്നതിന്റെ വീഡിയോ ഇറാൻ പുറത്തുവിടുകയും ചെയ്തു. ഏതു വിധേനയും യുദ്ധം ഒഴിവാക്കുക എന്ന ലക്ഷ്യത്തിലാണ് അറബ് രാഷ്ട്രങ്ങൾ. തങ്ങൾക്കെതിരായ ഏത് ആക്രമണവും മേഖലയിൽ വലിയ യുദ്ധത്തിന് കാരണമാകുമെന്ന് ഇറാൻ നേരത്തെ മുന്നറിയിപ്പ് നൽകിയിരുന്നു. അതിനിടെ ഇന്ത്യയുമായുള്ള വ്യാപാര ബന്ധത്തിൽ പുത്തൻ അധ്യായം കുറിച്ച് നിർണായകമായ ഇടക്കാല വ്യാപാര കരാർ അമേരിക്ക പുറത്തിറക്കുകയും ചെയ്തു. സംയുക്ത പ്രസ്താവനയാണ് പുറത്തു വന്നിരിക്കുന്നത്. യുഎസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ഫെബ്രുവരി 13 തുടക്കമിടാനിരിക്കുന്ന സമഗ്രമായ ഉഭയകക്ഷി വ്യാപാര കരാറിന് മുന്നോടിയാണ് ഈ സുപ്രധാന നീക്കം. ഇന്ത്യയിൽ നിന്നുള്ള ഉൽപ്പന്നങ്ങൾക്ക് അമേരിക്ക ചുമത്തിയിരുന്ന തീരുവ 18% കുറച്ചു. റഷ്യൻ എണ്ണ ഇറക്കുമതിയുടെ പേരിൽ ഇന്ത്യക്ക് മേൽ മുൻപ് ചുമത്തിയിരുന്ന 25% അധിക ശിക്ഷാ തീരുവ പിൻവലിച്ചുകൊണ്ടുള്ള എക്സിക്യൂട്ടീവ് ഉത്തരവിൽ ട്രംപ് ഒപ്പുവെച്ചു. റഷ്യൻ എണ്ണ ഒഴിവാക്കി പകരം അമേരിക്കയിൽ നിന്നുള്ള ഊർജ്ജ ഉൽപ്പന്നങ്ങൾ ഇന്ത്യ വാങ്ങുമെന്ന ഉറപ്പിന്മേലാണ് ഇളവ്. എന്നാൽ റഷ്യയിൽ നിന്ന് എണ്ണ ഇറക്കുമതി പുനരാരംഭിച്ചാൽ ഈ ശിക്ഷാ തീരുവ തിരികെ കൊണ്ടുവരുമെന്ന് ഉത്തരവ് മുന്നറിയിപ്പ് നൽകിയിട്ടുമുണ്ട്. ന്യൂസ് ഡെസ്ക്, കേരള കൗമുദി.